Good morning, all. ക്ലാസ്സിലാണെങ്കിൽ റെസ്പോൺസ് ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എല്ലാവരും പഠിച്ച് ഉറക്കത്തിലാണോ? ഓക്കെ. ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബെനഫിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി വേസ് ടു ഇംപ്രൂവ് പറഞ്ഞായിരുന്നോ? ബെനഫിറ്റ്സ് വരെ നിർത്തിയത്. ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ബേസ് പറഞ്ഞോ? വായിച്ചായിരുന്നോ? അല്ലെങ്കിൽ ആ ബെറ്റർ ക്ലിനിക്കൽ വരെയാണോ നിർത്തിയത്? ഓർമ്മയുണ്ടോ? അവിടെ വരെ എന്നൊരു ഓർമ്മയില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മള് ബെനഫിറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനും സർവേകൾ നടത്തുന്നതിനുള്ള ബെനഫിറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ways to improve patient satisfaction. പേഷ്യന്റിന്റെ രോഗിയുടെ സംതൃപ്തി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. How can patient satisfaction be improved? എങ്ങനെ ഇംപ്രൂവ് ചെയ്യാവുന്ന നോക്കാം. Highly effective strategies for enhancing patient satisfaction scores spins around creating an environment in which patients have positive overall experience with all members of their medical team. അല്ലെ, രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ രോഗികൾക്ക് അവരുടെ മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളുമായും മൊത്തത്തിലുള്ളൊരു നല്ല അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യന്റിന് കൊടുക്കണം. അതായത് സ്റ്റാഫുകളും മറ്റ് എല്ലാ ഇതുമായിട്ട് നല്ലൊരു അനുഭവമായിരിക്കണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഇനി 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഒരു രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സംതൃപ്തിയെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 മാർഗങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്രിയേറ്റീവ് മാർഗങ്ങൾ കേട്ടോ, ക്രിയേറ്റീവ് വേസ് ആണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കാം. എൻഷുർ ടൈംലി ഫോളോ അപ്സ് അല്ലെ, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ പേഷ്യൻസിന് നൽകുക. ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ് അല്ലെ, ദാതാക്കളും രോഗികളും തമ്മിൽ നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. പേഷ്യൻസും സ്റ്റാഫും അല്ലെങ്കിൽ ഡോക്ടേഴ്സും തമ്മിൽ നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കുക. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യന്റ്. രോഗികളുമായിട്ട് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. ഇത് ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? ട്രാൻസ്പെറൻസി ഒരു സുതാര്യത അല്ലെ, അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then prioritize short wait times. ചെറിയ കാത്തിരിപ്പ് കാലങ്ങൾക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കാണ്. അതായത് രോഗികളെ കാണാനായിട്ടുള്ള ലോങ് വെയിറ്റിംഗ് ടൈമുകൾ ഒഴിവാക്കി അതിനെല്ലാം ഷോർട്ട് ചെയ്യുകയാണ്. കാത്തിരിക്കേണ്ട സമയം പരമാവധി കുറയ്ക്കുക. അപ്പൊ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകില്ലേ? Then try to implement the procedure to educate the patient about the treatment plans. അല്ലെ, അതായത് എന്താണ്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് ഒരു ബോധവൽക്കരണം പേഷ്യന്റിന് കൊടുക്കാണ്. അവരുടെ ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ട കേസുകൾ വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സർജറി ചെയ്യണം അല്ലെങ്കിൽ അഡ്മിറ്റ് ആകണം അല്ലെ, എന്നിങ്ങനെ കുറിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം പേഷ്യന്റിന് നൽകുക. Then 6th one, utilize the feedback from patient to analyze patient satisfaction metrics. നമ്മൾ എന്ത് ചെയ്യണം? രോഗികളുടെ സംതൃപ്തി നമ്മൾ സർവേ എടുക്കുമല്ലോ, ആ സംതൃപ്തി സർവേയുടെ അളവുകോൽ വിശകലനം ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ സർവേ അനലൈസ് ചെയ്യുക. പേഷ്യന്റിന് സർവേ ചെയ്യുന്നത് നമ്മളൊന്ന് വിലയിരുത്തുക, അനലൈസ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി. അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിക്കലി സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക.
അത് നടപ്പിലാക്കാവുന്നത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അറിയാം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ബില്ലിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുക. അതെല്ലാം കുറച്ചും കൂടി പേഷ്യന്റിന്റെ ഒരു സംതൃപ്തിക്ക് കാരണമാകും. Then last one, improve the facility, environment and culture. നല്ലൊരു അത്യാവശ്യം ഫെസിലിറ്റി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു എൻവയോൺമെന്റ് അന്തരീക്ഷം, അതുപോലെ നല്ലൊരു സംസ്കാരം, ഒരു കൾച്ചറും അവിടെ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ ഒരു രോഗിയുടെ സംതൃപ്തി അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്, നമ്മൾക്കൊരു സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് അല്ലെ കറക്റ്റ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നു, നമുക്ക് ഡോക്ടറോടും സ്റ്റാഫിനോടും എന്തും തുറന്ന് പറയാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു അന്തരീക്ഷം, വെയിറ്റിംഗ് ടൈംസ് കുറയ്ക്കുക, പിന്നെ എന്താ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും വേണം, നല്ലൊരു കൾച്ചർ ആയിരിക്കണം, ടെക്നോളജിക്കലി സപ്പോർട്ട് എല്ലാ ഏരിയയിലും ഉൾപ്പെടുത്തുക. ഇനിയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കേ ആണോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു ഹോസ്പിറ്റല് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇതാണ് 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കാം, പോയിന്റ്സ് വായിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കി നിങ്ങൾ വായിച്ചു പഠിക്കുക കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, കുഴപ്പമില്ല, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ക്രിയേറ്റീവ് വൈസ് കേട്ടോ, വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 8 ക്രിയേറ്റീവ് മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി വരുന്ന ക്രിയേറ്റീവ് അല്ലാത്തത് അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്പ് റാപ്പോർട്ട്. റാപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ മീനിങ്? റാപ്പോർട്ട് മീൻസ് ബന്ധം വികസിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ബന്ധം, ഒരു സ്വാധീനം, പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെ, റാപ്പോർട്ട് എന്ന് പറയുമ്പോൾ റിലേഷൻ എന്ന് പറയാം. ഒരു ബന്ധം വികസിപ്പിക്കുക. ഫിയർ ഓഫ്, നിങ്ങളെ വായിക്കാം, അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, സിമ്പിൾ ആക്കി പറയാട്ടോ നമുക്ക്. ഇത് പോയിന്റ്സുകൾ ചിലപ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സെന്റൻസുകളാണ്. നമുക്കത് വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് എന്താണോ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, develop rapport. Fear often gets in the way of patient ability to retain important clinical information, which include self-care instructions. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. By reducing their patient fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. Okay, ഇനി എന്താണെന്ന് നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്നാൽ നമ്മൾ ഓരോ സെന്റൻസും ചിലപ്പോൾ വായിച്ചു പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്താണോ അതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യം എന്ന് നമുക്ക് ആദ്യം പറയാം. അതായത് ഫിയർ ഓഫ്റ്റൻ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് പേഷ്യന്റ് എബിലിറ്റി അല്ലെ. രോഗികൾക്ക് പലപ്പോഴും പേഷ്യൻസ്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പേഷ്യൻസുകളാണല്ലോ അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. അപ്പൊ പലപ്പോഴും അവരുടെ സ്വയം പരിചരണത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ക്ലിനിക്കൽ വിവരങ്ങൾ, ഇപ്പൊ നമുക്ക് നമ്മളുടെ അസുഖത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാം അല്ലെ, അത് പലപ്പോഴും നമ്മളെ ഒരു ഭയം ഉണ്ടാക്കുന്നു. ഭയം ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനാണ് അല്ലെ.
ഹോസ്പിറ്റലിൽ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും, ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. ഡോക്ടറെ കാണുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇല്ലേ? ഉണ്ടാവാറുണ്ടോ? ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയായിരിക്കും, റിസൾട്ട് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ് അല്ലെ, ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിൽ അല്പം ഭയം ഉണ്ടാകും അല്ലെ, ചിലപ്പോ ടെൻഷൻ ആയിരിക്കാം, ഉണ്ടാവില്ലേ? ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ? അപ്പോ നമുക്ക് തന്നെ സ്വയം ഒരു പരിചരണത്തിന്റെ സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നെ ഒരു ഉള്ളിനുള്ളിൽ ഒരു ഭയം ഉണ്ടാകും. സോ practitioners who spend a few minutes engaging with the patients before starting clinical treatment. അതിനാൽ പ്രാക്ടീഷണേഴ്സ്, അതായത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സസിനെ നമുക്ക് ഉൾപ്പെടുത്താം. ഇവരെ കാണുന്നതിന് മുന്നായിട്ട്, അതായത് നമ്മൾ കൺസൾട്ടേഷന് ഡോക്ടറിന്റെ റൂമിൽ കയറുന്നതിന് മുന്നായിട്ട് കുറച്ച് സമയം ആ പേഷ്യൻസിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്താണ്? അവർക്ക് അതിനുള്ള ടൈം ഇല്ലാറില്ല അല്ലെ? പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ കുറച്ചു നേരം നമ്മളോട് പേഷ്യന്റിനോടൊന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ ഭയം, ടെൻഷൻസ് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നു. കുറയ്ക്കാൻ പറ്റില്ലേ? നമ്മളോട് ഒരു ഡോക്ടർ വന്ന് പറയാണ്, ആ കുഴപ്പമില്ല, റിസൾട്ട് അല്ലേ, അത് ഓക്കെയാണ്, അത് ചിലപ്പോ നമുക്ക് മെഡിസിൻ കഴിച്ച് റെഡിയാക്കാം എന്നൊരു വാക്ക് നമ്മളോട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ആശ്വാസമല്ലേ? ആണോ? ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് അതാണ്, പേഷ്യൻസിന് അവരുടെ രോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭയം അല്ലെങ്കിൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് പ്രാക്ടീഷണേഴ്സ് നമ്മൾ കൺസൾട്ടേഷന് മുന്നായിട്ട് രോഗികളോട് കുറച്ച് സമയം ഇടപെടുമ്പോൾ എന്ത് പറ്റും? രോഗിയുടെ ഭയം കുറക്കാൻ സാധിക്കുന്നത്. ഭയം കുറക്കുമ്പോൾ തന്നെ എന്ത് പറ്റും? രോഗികളോടുള്ള ഒരു വിശ്വാസബോധം സൃഷ്ടിക്കാൻ പറ്റുന്നത് ഡോക്ടർക്ക് അല്ലെ? ഡോക്ടർമാരോട് നമുക്കൊരു വിശ്വാസം തോന്നും. കാണാറുണ്ടോ? നമ്മളോട് അങ്ങനെ നല്ല രീതിയിൽ വന്ന് ഇടപെടുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു വിശ്വാസം, ഡോക്ടറോടൊരു വിശ്വാസം നമുക്ക് തോന്നിയേക്കാം. കണ്ടോ? ബൈ റെഡ്യൂസിംഗ് ദിയർ പേഷ്യന്റ് ഫിയർ ഇയർലി, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മേക്ക് ഷുവർ ദ പേഷ്യൻസ് ആർ സ്ട്രെങ്തൻഡ്. അതുപോലെ തന്നെ രോഗികളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. നമ്മൾ ടെൻഷൻ അടിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ രോഗത്തിനെ കുറിച്ച് അല്ലെ? ആ ഒരു സിറ്റുവേഷൻസിലാണ് ഒരു ഡോക്ടർ വന്ന് നമ്മളോട് പറയുന്നത്, ടെൻഷൻ ആകണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് റെഡിയാക്കാം, ഇത് പഴയതുപോലെ നമ്മൾ റെഡി ആകും എന്ന് പറയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആകും അല്ലെ? നമ്മൾ കുറച്ചുകൂടി ശക്തിയുള്ളവരാകും. ശക്തിയുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ചെങ്കിലും നമ്മളുടെ ഭയം കുറയ്ക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്? Healthcare professional make sure that patients are strengthened. അവരെ സ്ട്രെങ്തൻഡ് ആക്കുന്നു with the information they require to take charge of their own health. അല്ലെ? അവരെന്ത് ചെയ്യും? അവരുടെ ആരോഗ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് രോഗികളെ ശക്തിപ്പെടുത്തുന്നു അല്ലെ? പേഷ്യൻസ് തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? അവരുടെ എല്ലാ ഡീറ്റെയിൽസ്, അവരുടെ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനോട് പറയുന്നു അല്ലെ? നമുക്ക് രോഗഭേദമാകും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ്, ഒരു സർജറിയുടെ ആവശ്യത്തോടെ വേണ്ട, നമുക്ക് മെഡിസിൻസ് കഴിച്ച് ഓക്കെ ആക്കാം എന്നുള്ളൊരു പേഷ്യന്റിനോട് പറയുമ്പോൾ പേഷ്യന്റ് കൂടുതൽ ഫിയർ ഒക്കെ മാറി അവർ കൂടുതൽ സ്ട്രെങ്തൻഡ് ആകുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡെവലപ്പർ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേടി ഉണ്ടാകും. അപ്പോൾ ഈ പേടിയും ടെൻഷനും മാറാൻ വേണ്ടി ഡോക്ടർ കുറച്ചു നേരം ആ പേഷ്യൻസിനോട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇത് വായിച്ചു നോക്കിയ പോയിന്റ്. ഇത്ര കാര്യങ്ങളാണ് ആ പോയിന്റിൽ പറയുന്നത്. ഇനി ആ സെന്റൻസുകൾ വായിക്കുമ്പോൾ ചിലപ്പോ കുറച്ച് കടുകട്ടി പോലെ തോന്നിയേക്കാം. കാര്യം അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഡെവലപ്പർ റിപ്പോർട്ട്?
വായിച്ചോ എല്ലാവരും? ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മേക്ക് ഇറ്റ് പേഴ്സണൽ. മേക്ക് ഇറ്റ് പേഴ്സണൽ, കുറച്ച് പേഴ്സണൽ ആക്കാന്ന് നോക്കാം കേട്ടോ. അവിടെ എന്താ പറയുന്നത് നോക്കാം. Healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and chat display their dedication to the patients. Some practitioners may select to have medical scribe in the room for this very reason, which allows them to listen with their eyes while the scribe takes notes. Seeing patients may also help individualize and personalize the patient experience, like thus asking questions like what matters you. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് ആദ്യം വായിച്ചിട്ട് വായിക്കുകയാണ്. മീൻസ് ഓരോ സെന്റൻസ് പോലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ അത് വായിച്ചിട്ട് അതിന്റെ ഒരു സംഗ്രഹം എന്താണ് അതിന്റെ ഒരു സമ്മറി പോലെ പറയാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും തോന്നുന്നു അല്ലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. മേക്ക് ഇറ്റ് പേഴ്സണൽ ഇവിടെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാം ഓൾറെഡി ഡോക്ടേഴ്സിന്റെ റൂമില് കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോ എന്താണ് ഈ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അതുപോലെ തന്നെ ചാർട്ടുകളിലും അവ്യക്തമായിട്ട് നോക്കുന്നതിനേക്കാൾ, അതായത് കമ്പ്യൂട്ടറിലൊക്കെ നോക്കും അല്ലെ. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയണമെങ്കിലേ പേഷ്യൻസിനോട് ഇപ്പോ നമ്മൾ ചില ഡോക്ടേഴ്സ് ആണ് കേട്ടോ, എല്ലാ ഡോക്ടറും അങ്ങനെയൊന്നും പറയുന്നില്ല. ചില ഡോക്ടേഴ്സ് ചിലപ്പോ നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല അല്ലെ. ചിലപ്പോ പേര് ചോദിക്കണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ ഓൾറെഡി നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഈ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ഇപ്പൊ ചാർട്ടിലാണ് എഴുതണമെങ്കിൽ ആ ചാർട്ടിൽ നോക്കിയിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഐ കോണ്ടാക്ട് ഇല്ല അവിടെ ഇല്ലേ. എന്താ അസുഖം അപ്പൊ ഇങ്ങനെ ചോദിച്ചു നമ്മളോട് നമ്മുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഡോക്ടർ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഡോക്ടർ അതല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ ഓൾറെഡി സിസ്റ്റത്തിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻസ് മരുന്ന് കുറിക്കും അല്ലെ. ചാർട്ടിലാണെങ്കിലും ചാർട്ടിൽ മരുന്ന് കുറിക്കും. പക്ഷെ നമ്മളോട് വേറെ ഒന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പേഴ്സണൽ ഒരു ഐ കോണ്ടാക്ട് ഇല്ലാതെയാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പെരുമാറുന്നത്. ആണോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ്? ഭയങ്കര തിരക്കിട്ട സമയമാണെങ്കിൽ ഒട്ടും നോക്കണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ഡോക്ടേഴ്സും. നമ്മൾ ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. അവര് സിസ്റ്റത്തിൽ നോക്കി മരുന്നുകളും മറ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നു ഇല്ലേ. അങ്ങനെയല്ല ചില ഡോക്ടേഴ്സ്. ചില ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഓരോ പേഷ്യന്റിനും ഇത്ര കൃത്യമായിട്ട് ടൈം എടുത്ത് നല്ല രീതിയിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് അവരുടെ രോഗത്തെ കുറിച്ചും മറ്റു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ഇവിടെ പറയുന്നത് നോക്കാം കേട്ടോ. അതായത് കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും ചാർട്ടുകളിലും എല്ലാം അവ്യക്തമായിട്ട് മീൻസ് നോക്കുന്നതിനേക്കാൾ രോഗികളുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണമെന്ന്. പേഷ്യന്റിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. പറയൂ, എന്താണ് നിങ്ങളുടെ അസുഖം അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലംസ് എന്ന് പേഷ്യന്റിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണമെന്ന്. അതിനുവേണ്ടി സം പ്രാക്ടീഷണേഴ്സ് may select to have a medical scribe in the room. അപ്പൊ പേഷ്യന്റുമായിട്ട് ചിലപ്പോൾ ഡോക്ടറിന് സംസാരിക്കാൻ നേരമില്ല. സംസാരിക്കാന്ന് വെച്ചാൽ ഇതുപോലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ പേഷ്യന്റിനോട് ചോദിച്ചറിയാനോ എല്ലാത്തിനും ടൈം കിട്ടില്ല. സോ എന്ത് ചെയ്യുന്നു, ചില ഡോക്ടേഴ്സ് അവരുടെ റൂമിൽ മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്നു, ഒരു ഹെൽപ്പർ പോലെ, ഒരു അസിസ്റ്റന്റ്. മെഡിക്കൽ സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ട്രെയിനീസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. വെറുതെ ഒരാളെ പിടിച്ച് നമുക്ക് സ്ക്രൈബ് ആയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ സ്ക്രൈബിനെ വെക്കുന്നു, പേഴ്സണൽ ആണത് അല്ലെ. അത് സ്ക്രൈബിനെ വെക്കുമ്പോ ഡോക്ടർക്ക് പേഷ്യന്റിനോട് നല്ല രീതിയിൽ ഒരു ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കാൻ പറ്റും. ദെൻ ഡോക്ടർ എഴുതേണ്ടപ്പോ ഈ പേഷ്യന്റ് പറയുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ടും ഈ സ്ക്രൈബ് നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മൾട്ടി ലെവൽ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് സ്ക്രൈബിനെ വെക്കുന്നത്. ആർക്കെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോ സ്ക്രൈബിനെ വെച്ചിട്ടുള്ളത്? ആരും കണ്ടിട്ടില്ല. അതായത് ഡോക്ടറിന്റെ റൂമിൽ തന്നെ ഒരു സ്ക്രൈബ് ഉണ്ടാകും. മീൻസ് ഇതുപോലെ ട്രെയിനി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ഡോക്ടറിന് നമ്മളോട് പേഷ്യന്റിനോട് വിശദവിവരങ്ങളൊക്കെ ചോദിച്ചറിയാനും പറ്റും. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്ക്രൈബ് ആയിരിക്കും നോട്ട് ചെയ്ത് വെക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡോക്ടറിന് കാണാൻ പോയപ്പോ സ്ക്രൈബ്? ഓക്കെ, അയന ഏത് ഹോസ്പിറ്റലിലായിരുന്നു? കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണോ? ആണോ? അയനോടാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ ആൾ പോയോ?
അമൃതയില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സ്ക്രൈബിന് വെക്കാറുണ്ട് അല്ലെ? സ്ക്രൈബ് എങ്ങനെയാണ്? സ്ക്രൈബ് അല്ലെ നോട്ട്സ് ചെയ്യുന്നത്? നമ്മൾ ഡോക്ടർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രൈബ് നോട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ സ്ക്രൈബുകൾ ഉണ്ടോ, സ്ക്രൈബ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെ സ്ക്രൈബുകൾ വെക്കാറുണ്ടെന്ന് പേഴ്സണൽ ആയിട്ട് ഡോക്ടേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ വെക്കുന്നത്? പേഷ്യന്റുമായിട്ട് കുറച്ചും കൂടി ഒരു അടുപ്പം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു എന്താ പറയാ, പേഷ്യൻസിന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കുക, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നമുക്ക് അല്ലെ? അല്ലെങ്കിൽ ഡോക്ടർക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല, നമ്മളുടെ ഒരു പ്രിസ്ക്രിപ്ഷൻസ് എഴുതണം, രോഗികളോട് സംസാരിക്കണം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരൊരു അസിസ്റ്റന്റ്, ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. Saying patient name also help individualize and personalize the patient experience. അല്ലെ? നമ്മൾ പേഷ്യന്റിന്റെ പേര് തന്നെ കണ്ണിൽ നോക്കി ചോദിക്കണം എന്നാ പറയുന്നത്. ചിലപ്പോൾ പ്രിസ്ക്രൈബ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ആ ഡോക്ടറിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാവുന്ന, പേഷ്യന്റിന്റെ പേര് ചോദിക്കാം. അപ്പൊ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രൈബ് ആയിരിക്കും നോട്ട് ചെയ്ത് വെക്കുന്നത്. Like thus asking question like what matters you. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാവുന്നത്. സ്ക്രൈബ് ഉണ്ടല്ലോ എഴുതിയെടുത്ത് നോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഡോക്ടറിന് തന്നെ ആ ഒരു പേഷ്യന്റിനോട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നേരിട്ട് ഒരു ഐ കോണ്ടാക്ട് വെച്ച് ചോദിച്ചറിയാനും സാധിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൈബിനെ റൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് പേഴ്സണൽ ആയിട്ട് ഓരോ ഡോക്ടേഴ്സും അറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആണോ? മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്ന കാര്യം ഏകദേശം മനസ്സിലായി എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? ഓക്കെ, ദെൻ ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചു നോക്കാം. പെട്ടെന്ന് തന്നെ വായിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പറഞ്ഞു കഴിയുമ്പോ പിന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? മീനിങ് മനസ്സിലായോ? മെഡിക്കൽ പേഴ്സണലിൽ പറയുന്ന കാര്യങ്ങൾ സ്ക്രൈബിന്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ആക്കാന്ന് നോക്കാം കേട്ടോ. ഞാൻ വായിക്കാം, എന്നിട്ട് അതിന്റെ കണ്ടന്റ് നമുക്ക് പറയാം. Receiving a new diagnosis or an update to an existing one can be fearsome. Use of non-medical language and teach-back methods help improve communication and increase a patient grasping of their health condition. Providing patient with written documentation that they can take home with them also importance and will help further lessen feeling of confusion or unease. നോക്കാം, ഇവിടെ പറയുന്നത് receiving a new diagnosis or update to an existing one can fearsome. ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മള് ഒരു പുതിയ രോഗം, അതായത് ഒരു രോഗം നിർണ്ണയിക്കാം, വിവിധ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പൊ ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ പേഷ്യന്റിന് ഇന്ന രോഗമാണ്, ഇന്ന അസുഖമാണെന്ന് കണ്ടെത്തി. സോ ആ ഒരു പുതിയ രോഗം, ആ ഒരു രോഗം നിർണ്ണയിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് രോഗം, അതായത് നിലവിലുള്ള ഒരു അസുഖത്തിന് നമ്മൾ എന്താ
നിലവിലുള്ളതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അസുഖം വീണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റുകളൊക്കെ നടത്തി അപ്പൊ അതിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ അത് കുറച്ച് പേടി വരുത്തുന്ന ഒരു സംഭവമാണെന്ന് അല്ലെ. നമുക്കിപ്പോ ഒരു ടെസ്റ്റ് ചെയ്തു റിസൾട്ട് മോശമാണെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും നമ്മുടെ ഉള്ളില്. ഇപ്പൊ ഒരു ടെസ്റ്റിന് നമ്മൾ കൊടുത്തേക്കാണ്, അപ്പൊ ഇതിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരിലും ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാകും നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ അല്ലെ. എന്തുകൊണ്ടാണ് റിസൾട്ട് നല്ലതായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കും എല്ലാവർക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ രോഗം ഉണ്ടെന്ന് രോഗി തിരിച്ചറിയുമ്പോൾ പലപ്പോഴും അത് ഭയാനകമാണെന്ന് ഫിയർ ആണ്, നമുക്കൊരു പേടി വരുത്തുന്ന ഒരു കാര്യമാണ്. So use of non-medical language and teach-back methods help improve communication and increase patient grasping of their health condition. അതിനാൽ തന്നെ നോൺ മെഡിക്കൽ ലാംഗ്വേജ്, എന്ത് നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലാംഗ്വേജ് അല്ലാത്ത, ഇപ്പൊ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അവര് മെഡിക്കൽ പരമായിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയല്ലാതെ നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെ. അതായത് ഡോക്ടേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം അവര് കുറച്ച് മെഡിക്കൽ ടേമുകളൊക്കെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അങ്ങനെയല്ല, ഇവിടെ നോൺ മെഡിക്കൽ ആയിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു എന്താണോ നിങ്ങളുടെ അസുഖം അത് കൃത്യമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ടീച്ച് ബാക്ക് മെത്തേഡ്സ്, ടീച്ച് ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം, പേഷ്യൻസിനോട് എന്തെങ്കിലും ആ അസുഖത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന്. അത്തരത്തില് പേഷ്യൻസിനോട് ഒന്ന് ചോദിച്ചറിയുക, അവരുടെ പേടിയെ മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഹെൽപ്പ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാനും ഡോക്ടറിന് സാധിക്കുന്നു. ഇങ്ങനെയുള്ള നോൺ മെഡിക്കൽ ലാംഗ്വേജ് ചോദിച്ചറിയുമ്പോൾ പേഷ്യൻസ് അവരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുന്നു അല്ല. ഒരു മെഡിക്കൽ ഫോമിലൊക്കെ ചോദിക്കുമ്പോൾ പേഷ്യന്റിനും ടെൻഷനൊക്കെയാണ്. നോർമലി നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വളരെ ക്വൈറ്റ് ആയിട്ട് ഒരു ഇൻഫോർമൽ രീതിയിൽ ഡോക്ടർ സംസാരിക്കുമ്പോൾ പേഷ്യൻസിനും അവരുടെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് തുറന്നു പറയാൻ സാധിക്കുന്നു അല്ലെ. പേഷ്യന്റ് ഗ്രാസ്പിംഗ് ഓഫ് ദെയർ കണ്ടീഷൻ, അവരുടെ കണ്ടീഷൻസ് എന്താണെന്ന് പറയാൻ സാധിക്കുന്നു. ദെൻ പ്രൊവൈഡിങ് പേഷ്യന്റ് വിത്ത് റിട്ടേൺ ഡോക്യുമെന്റേഷൻ ദാറ്റ് ദേ can take home with them is also important and will help further lessen feelings of confusion or unease. അതായത് രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഗ്രാഹ്യം, അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് രോഗികൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡോക്യുമെന്റേഷൻസ് കൊടുക്കാം. അതായത് മെഡിസിൻസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുകളും ഇതെല്ലാം പേഷ്യന്റിന് വീട്ടിലേക്ക് കൊടുത്തയക്കാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് അവർക്ക് ആശയക്കുഴപ്പമൊന്നും വരത്തില്ലാണ്. മെഡിസിൻസിന്റെ കാര്യങ്ങളും മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ റിസൾട്ട് ഒക്കെ അവർക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. Then generate a positive patient experience by teaching the patient about their health and how to measure it, helping the patient understand how their body works and while making certain choice and enhance or detract from their health gives the informed agency over their bodies. They feel like the hospital is their partner in the health instead of another person telling them what they should be doing differently. എന്താണെന്ന് മനസ്സിലാക്കി തരാം കേട്ടോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് വ്യത്യസ്തമായിട്ട് അവന്റെ അസുഖം ഇപ്പൊ ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ പേഷ്യന്റിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് വ്യത്യസ്തമായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് മറ്റൊരാള്, ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട് പറയണം ഇന്ന മെഡിസിൻ കഴിച്ചാൽ മതി, ഓക്കെ ആവും, ഞാനത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരാറുണ്ട് മറ്റുള്ളവര്, നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ സജസ്റ്റ് ചെയ്ത് തരും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് പകരം ഹോസ്പിറ്റല് അവരുടെ കാര്യത്തില് ആരോഗ്യത്തില് നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തോന്നല് പേഷ്യൻസിന് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതായത് ഹോസ്പിറ്റല് ആ പേഷ്യന്റിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊരു ഫീല് പേഷ്യന്റിന് ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, ഫീൽ ലൈക്ക് ഹോസ്പിറ്റൽ ദെയർ പാർട്ട്ണർ, പേഷ്യന്റിന് ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കണം. ഹോസ്പിറ്റല്
നല്ലൊരു കെയറും അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ആ പേഷ്യന്റിന് നൽകുന്നുണ്ട്. അവന്റെ ആരോഗ്യ സംരക്ഷണത്തില് ഹോസ്പിറ്റല് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീല് പേഷ്യന്റിന് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അവന്റെ സംതൃപ്തിയും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഫീൽ ഉണ്ടാവുകയാണ്, കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു കെയറും അല്ലെങ്കിൽ ഫെസിലിറ്റികളും മറ്റും നല്ലൊരു എനിക്കൊരു ഫീൽ നമുക്ക് തന്നെ സ്വയം ഒരു അനുഭവം ഉണ്ടാക്കുകയാണ്. നല്ലൊരു കെയർ ആണ് കേട്ടോ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളൊരു സ്വയം നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി എടുക്കുകയാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അതുവഴി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നുള്ളൂ അതില്, പക്ഷെ വേർഡുകൾ കുറച്ച് വളച്ചൊടിച്ചിട്ടേക്കുന്നുള്ളൂ. നമ്മൾ അതിന്റെ മെയിൻ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവില്ലേ? വേർഡ്സുകൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡ്സുകളാണ്. പക്ഷെ അത് എന്താണ് അതിനുള്ളിലുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകാനില്ല. ഞാൻ മാക്സിമം അത് ഷോർട്ട് ആക്കി മനസ്സിലാകുന്ന രീതിയിലോട്ടാണ് അത് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇത് വായിച്ചു നോക്കാം. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എൻഷുർ ക്ലീൻലിനെസ് അല്ലെ, ശുചിത്വം ഉറപ്പുവരുത്തുക. No patient needs to receive care in a situation that does not feel safe and sanitary. Practicing sanitation in all areas of institution, from the waiting room to the physician's office, helps safeguard patient and put them at ease. നോക്കാം പറയുന്നത്, സുരക്ഷിതവും ശുചിത്വവുമല്ലാത്ത രീതിയിൽ ഒരു രോഗികൾക്കും പരിചരണം ലഭിക്കേണ്ടതില്ലാണ്. അതായത് ശുചിത്വമില്ലാത്ത ഒരു സിറ്റുവേഷൻസില് രോഗികൾക്ക് പരിചരണം നൽകാൻ പാടില്ല. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വെൽ ക്ലീനിങ് ആയിരിക്കണം. പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയ, എല്ലാ ഏരിയയിലും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഏരിയയും ക്ലീനിങ് ആയിരിക്കണം. അതുപോലെ വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യൻ ഓഫീസ് വരെ അല്ലെ, വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഓഫീസ് വരെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. സോ അത് രോഗികളെ സുരക്ഷിതരാക്കാനും സുഖപ്പെടുത്താനും സാധിക്കുന്നു. ശുചിത്വം ഉറപ്പുവരുത്തുക, ഒരു ഹോസ്പിറ്റൽ എപ്പോഴും ശുചിത്വം ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിന്റെ എല്ലാ സെക്ഷനുകളും എല്ലാ ഏരിയകളും ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ അത്? ഇനി അടുത്ത പോയിന്റ് കൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് ചെയ്യാതെ നോക്കാം. When it comes to improving patient experience, upgrading outdated internal system is important. പഴയ സിസ്റ്റത്തിലേക്ക് മാറ്റി പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരാൻ. Even small updates to appointment scheduling നോക്കാം. എക്സാമ്പിൾ ആണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗില്, അതുപോലെ വെയിറ്റിംഗ് റൂം സൈനേജസുകൾ വെക്കുക, അവിടെ പുതിയ സിസ്റ്റങ്ങൾ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ അങ്ങനെയുള്ള ഡിസ്പ്ലേ സിസ്റ്റങ്ങൾ കൊണ്ടുവരാം. Nurse call buttons can have significant influence on patient satisfaction. പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരാൻ, അതായത് അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് കൊണ്ടുവരാം, വെയിറ്റിംഗ് റൂമിൽ സൈനേജസുകൾ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, nurse call button. എന്നീ nurse call button എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ nurse call button അറിയാമോ? nurse call പെട്ടെന്ന് നമ്മൾ അത്യാവശ്യത്തിന് വിളിക്കാനായിട്ടുള്ള ഒരു ബട്ടനാണ്. അത് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേഴ്സ് വരും അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള നേഴ്സ് കോൾ ബട്ടൺ. ഇതാണ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റത്തിൽ പറയുന്നത്. അത് വായിച്ചു നോക്കാം കേട്ടോ. എൻഷുർ ക്ലീൻലിനെസ്സും അപ്ഗ്രേഡും വായിക്കാം. സിമ്പിൾ ആണ് പോയിന്റ് കേട്ടോ. വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. സെറ്റ് എക്സ്പെക്ടേഷൻസ്. എന്താ എക്സ്പെക്ടേഷൻ മീൻസ്? എക്സ്പെക്ടേഷൻ എന്താ മലയാളം? പ്രതീക്ഷകള് അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോകുമ്പോൾ അവനിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടാകും. എന്തായിരിക്കും മെയിൻ പ്രതീക്ഷ? നമ്മളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഉള്ളിലെ പ്രതീക്ഷ? എന്തായിരിക്കും? ഒരു പ്രതീക്ഷയിലാണോ പോകുന്നത്? ആർക്കൊരു പ്രതീക്ഷയില്ലേ? എന്തെങ്കിലും അസുഖമായിട്ടല്ലേ? ബി പഞ്ചൽ അല്ലേ? ഓക്കെ. അടുത്തത് ബി പഞ്ചലാണ് കേട്ടോ. പഞ്ചൽ പറഞ്ഞിട്ടാണ് എക്സ്പെക്ടേഷൻ വരുന്നത്. നോക്കാം. ബി പഞ്ചൽ. പഞ്ചൽ എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം എന്ന് നോക്കാം. Punctuality revives a practitioner's respect for a patient disease schedule. If an organization finds it difficult to see patients in a timely manner, they may require to examine their scheduling process and or staffing needs. അതായത് ഒരു രോഗിയുടെ തിരക്കുള്ള ഒരു ഷെഡ്യൂളിനോടുള്ള ഒരു ഡോക്ടറിന്റെ ആദരവാണെന്ന്. അതായത് പങ്ക്ച്വാലിറ്റി. ഡോക്ടർ കൃത്യസമയത്ത് ഇരിക്കണം എന്ന് അല്ലെ? നമ്മള് ഒരു പേഷ്യന്റ് പല അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കാം അല്ലെ? അപ്പോ ഡോക്ടേഴ്സും സ്റ്റാഫുകളും കൃത്യസമയത്ത് പങ്ക്ച്വാലിറ്റി പാലിക്കണം. If an organization finds it difficult to see patients in a timely manner, ചിലപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ടൈമിൽ പേഷ്യന്റിനെ നോക്കാൻ പറ്റിയില്ല എന്ന് വരും. They may require to examine their scheduling process or staffing needs. സോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഡോക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിന്റെ ആവശ്യങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം എന്ന്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ട് ഇരുന്നു എന്ന് വിചാരിക്കാം. അപ്പോ ചിലപ്പോ ഡോക്ടേഴ്സിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു. അപ്പൊ ഡോക്ടർക്ക് ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലെ? ചിലപ്പോ നമ്മുടെ നമ്പർ കേറുന്നതിന് തൊട്ട് മുന്നായിട്ടായിരിക്കും ഡോക്ടർ റൂമിൽ പോകുന്നത്. ചിലപ്പോ എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നേക്കാം അല്ലെ? അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഉണ്ടോ അല്ലെ? ചിലപ്പോ ഡോക്ടർ റൗണ്ട്സിന് പോകും. ഒരു 10 പേഷ്യന്റിനെ നോക്കിക്കൊണ്ട് ഡോക്ടർ ചിലപ്പോ റൗണ്ട്സിനൊക്കെ പോയിട്ടുണ്ടാകും. ദെൻ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പേഷ്യന്റിനെ നോക്കാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൽ ഒന്ന് അഡ്ജസ്റ്റ് ആവണമെന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. ഡോക്ടറിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുക. ദെൻ ഡോക്ടേഴ്സും നഴ്സസും കൃത്യമായിട്ട് കൃത്യനിഷ്ഠത പങ്ക്ച്വാലിറ്റി പാലിക്കുക. ഓക്കെ, ഇത്രയാണ് പങ്ക്ച്വാലിറ്റിയിൽ പറയുന്നത്. ഇനി എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷകൾ അല്ലെ? ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രതീക്ഷകൾ ഉണ്ടാവും. എന്തായിരിക്കും അവരുടെ പ്രതീക്ഷ? എന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും അല്ലെ? നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണാൻ വരുന്നത്. അല്ലെങ്കിൽ അസുഖം വന്നാൽ വീട്ടിലിരുന്നാൽ പോലെ ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണുന്നത്. മെഡിസിൻസ് ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മളുടെ അസുഖം മാറുന്നത് അല്ലെ? അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള പ്രതീക്ഷകൾ എല്ലാ പേഷ്യൻസിനും ഉണ്ടാകും. നോക്കാം. Healthcare providers can help set hopes by keeping all information on their website, patient portal, and printed collateral up to date always. അല്ലെ? അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് അവരുടെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ അവരുടെ പേഷ്യന്റ് പോർട്ടൽ, പേഷ്യൻസിന്റെ പോർട്ടൽ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, പേഷ്യന്റ് പോർട്ടലുകൾ എന്നിവയിൽ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം എന്ന്. ഓരോ ദിവസത്തെ വിവരങ്ങൾ കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇൻക്ലൂഡിംഗ് ആൻഡ് FAQ ക്വസ്റ്റ്യൻസ്. FAQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് മീനിങ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, ഫ്രീക്വൻസി പ്രിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട്സ് ഹൗ റീഫിൽ പ്രിസ്ക്രിപ്ഷൻസ്. അതായത് രോഗികളുടെ പ്രിസ്ക്രിപ്ഷൻസ് എങ്ങനെ റീഫിൽ ചെയ്യാമെന്ന്. പ്രിസ്ക്രിപ്ഷൻസ് റീഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ സംശയങ്ങളും മറ്റും എങ്ങനെ നമുക്ക് നികത്താം, റീഫിൽ ചെയ്യാന്ന് വെച്ചാൽ നിറയ്ക്കാമെന്ന്. അതായത് FAQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ പ്രിന്റഡോ ഡിജിറ്റൽ ആയിട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ പേഷ്യന്റിനോട് ചോദിക്കാമെന്ന്. സർവേകളൊക്കെ നടത്താം. ഡിജിറ്റൽ ആയിട്ടുള്ള സർവേകൾ, ഓൺലൈൻ സർവേകൾ നടത്തിയ നമ്മൾ ലിങ്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള സർവേകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രോഗികളുടെ പ്രിസ്ക്രിപ്ഷൻസ് റീഫിൽ ചെയ്യാം. Then receive care after hours and schedule appointments also plays a vital role in aligning patients' hopes with their experiences. അല്ലേ? അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും
പ്രിന്റഡ് ഡിജിറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാനും സാധിക്കുന്നു. അപ്പൊ അവന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം നല്ലൊരു കെയർ ഹോസ്പിറ്റൽ തരുന്നു എന്നുള്ളൊരു തോന്നല് ആ ഒരു പേഷ്യൻസിൽ ഉളവാക്കുന്നു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, പക്ഷെ അതിലപ്പുറം നമ്മളുടെ രോഗം പെട്ടെന്ന് തന്നെ പൂർണ്ണമായും ഭേദമായി ഇപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്ന്. അപ്പോഴേ പേഷ്യന്റിന്റെ ഒരു സംതൃപ്തി ലഭിക്കുകയുള്ളൂ. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുക. ആ ഒരൊറ്റ പോയിന്റ് ആണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. പങ്ക്ച്വലും വായിക്കുക, എക്സ്പെക്ടേഷനും വായിക്കുക. എന്താണ് അതിനുള്ളിലെ മെയിൻ പോയിന്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ പോയിന്റ് വായിക്കുമ്പോഴേ ഇത് മുഴുവനായിട്ടും അത് വായിച്ച് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത് അത് നിങ്ങളൊന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിൽ പഠിച്ചു വെക്കുക. Complete ചെയ്തോ? Be punctual and set expectation. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗോ ഡിജിറ്റൽ. ഡിജിറ്റലൈസിലോട്ട് പോകുക. Hospital can do just about anything with a few taps on our phones, from paying our bills to booking a vacation. അതായത് നമുക്കറിയാം എല്ലാം നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അല്ലെ, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പോ ഫ്രം പേയിങ് ബിൽ, ഒരു ബില്ല് പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങി, ഒരു വെക്കേഷൻ ബുക്ക് ചെയ്യാൻ, ഇപ്പൊ ട്രാവലോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഫോണിലൂടെ സാധിക്കുന്നു. Digitalizing your practice can generate proficiency for your staff and patients that make better everyone's experience. അല്ലെ, അപ്പോ ഇങ്ങനെ ഡിജിറ്റലൈസിലേക്ക് പോവുക എന്നത് നമ്മൾ എല്ലാ രീതിയിലും പുതിയ പുതിയ ടെക്നോളജിക്കൽ യൂസ് ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു ഡിജിറ്റലൈസിലേക്ക് പോവുക എന്നുള്ളത് സ്റ്റാഫിനും അതുപോലെ തന്നെ പേഷ്യൻസിനും എല്ലാവരുടെയും അനുഭവം എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു, സ്റ്റാഫുകൾക്കും പേഷ്യന്റിനും. Then ശരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ രോഗികളുടെ നോക്കാം. The right software always to digitalize every step of patient's journey, from booking an appointment to paying their deductibles. അപ്പോ ശരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ രോഗിയുടെ യാത്രകളെയും ഓരോ ഘട്ടത്തിനെയും ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ തുടക്കത്തിൽ ചെന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്, ഡോക്ടറെ കാണാൻ ചെന്നു, ടോക്കൺ നമ്പർ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട് അല്ലെ. ദെൻ മെഡിസിൻ വാങ്ങിക്കാൻ പോയി, അവിടെയും ടോക്കൺ നമ്പർ ഡിസ്പ്ലേ ഉണ്ട്. ദെൻ പേയ്മെന്റ് കൊടുക്കുന്നു, ഓൺലൈൻ പേയ്മെന്റ് ആണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലൈസിലോട്ട് പോകാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി പേഷ്യൻസിനും അത് ഡിജിറ്റലൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് അറിയാത്തവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവും കിട്ടും, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എല്ലാം ഡിജിറ്റലൈസിലോട്ട് കൊണ്ടുവരാം, പേഷ്യന്റിനും കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഗോ ഡിജിറ്റൽ വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കൂടി പറയാലോ. അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാട്ടോ. ഡിക്രീസ് വെയിറ്റ് ടൈംസ്. സിമ്പിൾ ആണ് പോയിന്റ്, വായിക്കാൻ ഞാൻ ആദ്യം, എന്നിട്ട് അതിന്റെ മീനിങ് നമുക്ക് പറയാം. Decrease the amount of waiting, decrease the amount of time that patients spend in a waiting rooms. Plan to get rid of time spent traveling to from appointments, removing stress and attendance barriers for many patients. അതായത് വെയിറ്റിംഗ് ടൈം പരമാവധി കുറയ്ക്കാൻ. ഇപ്പൊ ഓരോ സെക്ഷനിലും ഡോക്ടറെ കാണാനിരിക്കുന്നതും മെഡിസിൻ വാങ്ങിക്കാനും അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുകൾ വാങ്ങിക്കാനോ അങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈമുകൾ പരമാവധി റെഡ്യൂസ് ചെയ്യുക, കുറച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ അപ്പോയിന്റ്മെന്റിലേക്ക് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകൾ റെഡിയാക്കി കൊടുക്കുക. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഹാജർ തടസ്സങ്ങൾ, അറ്റൻഡൻസ് ബാരിയേഴ്സ്, ഹാജറിന്റെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാണ്. പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. Patient registration paperwork also contributes to longer wait times. Hospital can use secure online program to let the patient complete and submit their registration paperwork before their appointment, further reducing time spent in the waiting room. അല്ലേ? അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ, നമ്മള് ഹോസ്റ്റലിൽ വന്ന് റിസപ്ഷനിൽ വന്ന് ആദ്യം ചെയ്തെടുക്കുന്നവരാണെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ രജിസ്ട്രേഷൻ പേപ്പർ വർക്കുകളുടെ സമയം വളരെ കൂടുതലാണെന്ന്, അല്ലെ? കുറെ സമയം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ഇരിക്കേണ്ടതായിട്ട് വരുന്നു. സോ ഹോസ്പിറ്റലിൽ അതിനു വേണ്ട ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താണ്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് ഓൺലൈൻ വഴിയുള്ള സംവിധാനങ്ങൾ പേഷ്യന്റിന് ഏർപ്പാടാക്കി കൊടുക്കുക. രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റിന് മുമ്പായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാത്തിരിപ്പിന്റെ സമയം നമുക്ക് ഡിഡക്ട് ചെയ്യാണ്, കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ ആകുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സഹായിക്കുന്നു. വായിച്ചു നോക്കാം കേട്ടോ. ഡിക്രീസ് വെയിറ്റിംഗ് ടൈം, കാത്തിരിപ്പ് സമയം പരമാവധി പേഷ്യന്റിന് കുറയ്ക്കാന്ന്. അപ്പൊ തന്നെ പേഷ്യന്റ് ഹാപ്പിയാണ്, അല്ലെ? വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? ഓക്കെ, ഇനി 2 പോയിന്റ് കൂടി ഉണ്ട്. അത് ഇപ്പോൾ എടുക്കണം. നിങ്ങൾ എടുത്ത് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ നല്ല ഉറക്കം വരുന്നത്, ഫോൺ അടിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. ദെൻ 2 പോയിന്റ് കൂടി ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ 2 പോയിന്റ്? കണ്ടിന്യൂ ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? റെസ്പോൺസ് ഒന്നും ഇല്ല. ആരും ക്ലാസ്സിലില്ലേ? ഉണ്ടോ ക്ലാസ്സില്? മതിയാവില്ല എല്ലാവർക്കും? ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് കേട്ടോ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചിങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പോയിന്റ് ബേസ് അല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചിട്ട് അതിന്റെ ഒരു ഉള്ളടക്കം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോഴേ നോക്കിയേ, ഈ 2 പോയിന്റ് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ഒരു ബോർഡ് ചാപ്റ്റർ കഴിഞ്ഞു. സമാധാനിച്ചു എല്ലാവരും, അല്ലേ? തലവരുക്കുന്ന പോലെ. ഓക്കെ ഓക്കെ, അത് വേറെ ഒന്നല്ല, ചാപ്റ്റർ അങ്ങനെയാണ്. ജനറൽ ആണല്ലോ, കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലെ ഈ 2 പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.
ദെൻ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോൺ ട്രയാങ്കിളില്. ചാപ്റ്റർ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമോ? എത്രയാണ്? ലോൺ ട്രയാങ്കിളില്. ഇതുപോലെ തലവരിക്കുന്ന ചാപ്റ്റർ അല്ല കേട്ടോ, അത് കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് നല്ല ഫ്ലോയിൽ പറഞ്ഞു നോക്കാം. എല്ലാ ചാപ്റ്ററും ഒരേപോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ മാക്സിമം ഞാനത് ബോർ ആക്കാത്ത രീതിയിൽ കുറച്ച് ഷോർട്ട് ചെയ്താണ് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ നമുക്കത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. ദെൻ വായിക്കുക നന്നായിട്ട്, എഫോർട്ട് എടുത്ത് വായിക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ്, ഇതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ പാടായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ലോൺ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റുകൾ കഴിഞ്ഞാൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കും. ഓക്കെ, താങ്ക് യു ഓൾ.